British rule and exploitation of India. After the Battle of Plassey, the British East India Company had succeeded in establishing its rule over the major part of India. And with it began the period of colonial exploitation of the country. 1757 പ്ലാസി യുദ്ധത്തിന് ശേഷം ഇന്ത്യയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും കൊളോണിയൽ ചൂഷണ ഭരണം നടപ്പിലാക്കുന്നതിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി വിജയിക്കുകയുണ്ടായി. Now let us find out what are the different forms of exploitation adopted by the British. First one, exploitation through exactions by the company and its servants. കമ്പനിയും അതിന്റെ ഉദ്യോഗസ്ഥന്മാരും കൂടി ഏതെല്ലാം രീതിയിലാണ് പണം കൊള്ളയടിച്ചത്, അവർ വിവിധ മാർഗങ്ങൾ സ്വീകരിച്ചു. The English, following their victory at Plassey, placed one person after another in quick succession as the Nawab of Bengal. At every change, large amounts in various forms were exacted by the company and its principal servants from each new Nawab. ഇവിടെ നോക്കുക, നമ്മൾ പ്ലാസി യുദ്ധത്തെ കുറിച്ച് പറഞ്ഞു. അതിന് ശേഷം ബംഗാളിലെ നവാബുമാരെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും അതിന്റെ പ്രമുഖരായ ഉദ്യോഗസ്ഥന്മാരും കൂടെ കൂടെ മാറ്റിക്കൊണ്ടിരുന്നു. എന്താണ് അതുകൊണ്ടുള്ള ഗുണം? ഓരോ തവണ പുതിയ നവാബുമാരെ അപ്പോയിന്റ് ചെയ്യുമ്പോഴും നിയമിക്കുമ്പോഴും വലിയ തുക അവരിൽ നിന്നും പാരിതോഷികമായി കമ്പനിയും ഉദ്യോഗസ്ഥന്മാരും സ്വീകരിച്ചിരുന്നു. അപ്പൊ ഇവിടെ ഇത് നല്ലൊരു വരുമാന മാർഗമായതുകൊണ്ട് കൂടെ കൂടെ നവാബുമാരെ മാറ്റിക്കൊണ്ടേയിരുന്നു. അപ്പൊ ആ രീതിയിൽ ഇന്ത്യയുടെ സമ്പത്ത് അവർ നന്നായി കൊള്ളയടിച്ചു. The British also abused the privilege of duty-free internal trade, which the company had asserted on the basis of the firman issued by the Mughal emperor in 1770. 1717 മുഗൾ ഭരണാധികാരി നൽകിയ ഒരു ആനുകൂല്യം അതെന്തായിരുന്നു? ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ ഇന്ത്യക്കുള്ളിൽ സ്വതന്ത്രമായി ഡ്യൂട്ടി നൽകാതെ, ടാക്സ് നൽകാതെ വിൽക്കാം. അത് രാജകീയ വിളംബരത്തിന്റെ ഭാഗമാണ് രാജാവ് നൽകിയ ഒരു ആനുകൂല്യമാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക്. എന്നാൽ പിൽക്കാലത്ത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും അതിന് ഉദ്യോഗസ്ഥന്മാരും തങ്ങളുടെ പ്രൈവറ്റ് ട്രേഡിന് വേണ്ടി ഈ ഒരു ആനുകൂല്യം വിനിയോഗിച്ചു. തങ്ങൾ നടത്തുന്ന സ്വകാര്യ ട്രേഡുകൾ അവർ പറയുന്നു ഇത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഉൽപ്പന്നമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗവൺമെന്റിന് ഒരു ടാക്സ് കൊടുക്കാതെ അവർ കച്ചവടം നടത്തി ലാഭം ഉണ്ടാക്കി അവർ നാട്ടിലേക്ക് അയച്ചു. അതുപോലെ തന്നെ എന്താണ് മറ്റൊരു രൂപമാണ് ഓപ്പറേഷൻ ആൻഡ് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ആർട്ടിസാൻസ്. Many were under bond to work for the English and their Indian agents. ഇപ്പൊ ഇന്ത്യൻ കർഷകരെ എത്രമാത്രം ചൂഷണം ചെയ്തു. പല കർഷകരും ബ്രിട്ടീഷുകാരുടെ അടിമകളായിട്ടാണ് ജോലി ചെയ്തത്. They were forced to supply their products to the English at low and dictated prices. തങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ ബ്രിട്ടീഷുകാർക്ക് അവർ നിശ്ചയിക്കുന്ന താരതമ്യേന കുറഞ്ഞ വിലയ്ക്ക് കൊടുക്കാൻ നമ്മുടെ കർഷകർ നിർബന്ധിതരായി. There was all-round cheating in evaluating their product and fixing its price. കുറഞ്ഞ വില എന്ന് മാത്രമല്ല, അവരുടെ ഉൽപ്പന്നങ്ങൾ മാർക്കറ്റിലെത്തി അതിന് മൂല്യം നിർണ്ണയിക്കുമ്പോൾ അവിടെയും എന്താണ് ഭയങ്കര തട്ടിപ്പും വെട്ടിപ്പും, തൂക്കത്തിൽ വെട്ടിപ്പ്, വില കൂട്ടുന്നതിൽ തട്ടിപ്പ്. കാരണം എന്താണ്? ഇന്ത്യൻ കർഷകരെ സംബന്ധിച്ച് കാര്യമായ വിദ്യാഭ്യാസമില്ല, അറിവില്ലാത്ത ആളുകളാണ്. The English often had full control over the raw materials needed by the artisans and charged a high price for these. ഇനി മറ്റൊരു കാര്യം, നമ്മുടെ കർഷകന് ആവശ്യമായ റോ മെറ്റീരിയൽസ് അത് ആര് കൈവശം വെച്ചു? ഇംഗ്ലീഷുകാർ കൈവശം വെച്ചു. എന്നിട്ട് അവർ ഉയർന്ന വിലയ്ക്കാണ് കർഷകന് കൊടുക്കുന്നത്. ആ രീതിയിലും നമ്മുടെ കർഷകർ ചൂഷണം ചെയ്യപ്പെട്ടു. മൂന്നാമത്തത് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ദി ഇൻഡിഗോ കൾട്ടിവേറ്റേഴ്സ് ആണ്. Indigo, a natural dye, was exported from India to England on a large scale. They forced the tenants to cultivate
a certain portion of their land with indigo and deliver the plant to them at a fixed, generally very low price. ഇനി നീലം കർഷകരെ എങ്ങനെയാണ് ബ്രിട്ടീഷുകാർ കൊള്ളയടിച്ചത്? നമുക്കൊരു സ്വാഭാവികമായ ഒരു നീലം, സ്വാഭാവികമായ ഒരു കളറാണത്. ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യയിൽ ധാരാളമായിട്ട് അത് ഇംഗ്ലണ്ടിലേക്ക് കയറ്റി അയച്ചിരുന്നു. എന്നാൽ ബ്രിട്ടീഷുകാർ ഭരണകാലഘട്ടത്തിൽ ഏകദേശം 1000-ഓളം വരുന്ന യൂറോപ്യൻ പ്ലാന്റേഴ്സ് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ സെറ്റിൽ ചെയ്യുകയും അവിടെ നമ്മുടെ കർഷകരെ അവരുടെ ഭൂമിയുടെ ഒരു നിശ്ചിത ഭാഗം നീലം കൃഷി ചെയ്യാൻ പ്രേരിപ്പിക്കുകയും ചെയ്തു. എന്നിട്ടോ ഈ നീലം ആർക്ക് കൊടുക്കണം? ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കൊടുക്കണം. അവർ നിശ്ചയിക്കുന്ന ഏതായിരിക്കും പ്രൈസ്? കുറഞ്ഞ പ്രൈസ്.